പരിശുദ്ധ അമ്മയെ മേരി മാതാവേ, അമ്മ ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 42-ാം തിരുവചനത്തിൽ പരിശുദ്ധ അമ്മയെ നോക്കി എലിസബത്ത് പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഇവിടെ പറയുകയാണ്, ഈ എലിസബത്ത് പറയുകയാണ്, പരിശുദ്ധ അമ്മയുടെ ഉദരഫലം അനുഗ്രഹീതമാണ്. അനേക യുവതിയുവാക്കള്, കുഞ്ഞുങ്ങള് പാപത്തിന്റെ അവസ്ഥയിൽ ലോകത്തിലൂടെ പോന്ന് കണ്ടപ്പോൾ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തന്നൊരു വിഷയമാണ് ഉദരഫലം അനുഗ്രഹീതമോ. ഇത് ക്രൈസ്തവരായ ദമ്പതികളോട് ഈശോ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ ഈ ഉദരഫലം ഇന്ന് അനുഗ്രഹീതമാണ്. സങ്കീർത്തനം 127:3 പറയുന്നു, കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അപ്പോൾ ഈശോ തന്ന ഈ സമ്മാനം, ഈ ഉദരഫലം ഇന്ന് അനുഗ്രഹീതമാണോ? അനേകം ക്രൈസ്തവരായ ദമ്പതികളുടെയും ഉദരത്തിൽ, അല്ലെങ്കിൽ എല്ലാവരുടെയും കുറച്ചു പേരുടെയെങ്കിലും ഉദരത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെ ഇന്ന് ലോകത്തിലേക്ക് പാപങ്ങൾ പരത്തുന്ന, ജഡിക ആസക്തി പരത്തുന്ന, അല്ലെങ്കിൽ ലഹരികൾ പകർത്തുന്ന അങ്ങനെ തിന്മയ്ക്ക് അടിമയായിരിക്കുന്നു. ഇത് ക്രൈസ്തവരായ ഒരു ദമ്പതികളുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഉദരഫലമാണ്. ഈ ലോകത്തിലേക്ക് പാപം പടർത്തി കൊണ്ടുപോകുന്ന അമ്മയുടെ ഉദരത്തിൽ ജനിച്ച ഒരു കുഞ്ഞാണ്. ഈശോ ചോദിക്കുകയാണ്, ഉദരഫലം അനുഗ്രഹീതമാണോ? പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ ചിന്തിക്കുന്നത് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ ശേഷം അവരെ നന്നായിട്ട് ഭക്ഷണം കൊടുക്കുക, അവരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ജോലി വാങ്ങിച്ചു കൊടുക്കാൻ സഹായിച്ച് അവരെ നല്ലൊരു ജീവിത അന്തസ്ഥയിലേക്ക് പറഞ്ഞു വിടുക, ഇത്രയും കഴിഞ്ഞാൽ അവരുടെ കടമ തീർന്നു. എന്നാൽ ക്രൈസ്തവരായ ദമ്പതികള്, മാതാപിതാക്കൾ തിരിച്ചറിയണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്തുവാൻ നിങ്ങൾക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ മക്കൾ പാപത്തിലോ പാപത്തിന്റെ അവസ്ഥയിലോ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ കരയുവാനും നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് വരണം. കാരണം ഇത് നിങ്ങളുടെ ഉദരഫലമാണ്. ഇന്ന് ലോകത്തിൽ അനേകം മാതാപിതാക്കളുടെ ഉദരഫലം, പ്രത്യേകിച്ച് ക്രൈസ്തവരായ മാതാപിതാക്കളുടെ ഉദരഫലം, ആ കുഞ്ഞ്, ആ വ്യക്തി ഇപ്പൊ വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ്, അമ്മയിൽ നിന്ന് ജനിച്ച കുഞ്ഞ് വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിലും ആ കുടുംബത്തിന് അനുഗ്രഹമാകുന്നുണ്ടോ? കല്യാണം കഴിച്ചു വന്ന ജീവിത പങ്കാളിക്ക് അനുഗ്രഹമാകുന്നുണ്ടോ? ആ കുടുംബത്തിൽ അനുഗ്രഹമാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് ഉണ്ടായ ഈ ഉദരഫലം ഇന്ന് ലോകത്തിന്, കുടുംബത്തിന് അനുഗ്രഹമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കും. ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി നിത്യം പ്രാർത്ഥിക്കുവാനും കരയുവാനും നിങ്ങൾ സന്നദ്ധരാകണം. അല്ലെങ്കിൽ ഇതിനെല്ലാം ദൈവസന്നിധിയിൽ ഒരു സമയം കണക്ക് കൊടുക്കണം. കാരണം നമുക്കറിയാം എന്തിനാണ് ഇപ്പോൾ ഇത് അറിയിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ശരീരത്തിൽ ആത്മാവായിരിക്കും മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്വയം നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ശ്രദ്ധിക്കുക. സ്കൂളിൽ പഠിക്കുന്നതായിരിക്കാം, കോളേജിൽ പഠിക്കുന്നതായിരിക്കാം, അവരുടെ പോക്ക് എങ്ങനെയാണ്? ജോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ജോബ് തൻ്റെ മക്കൾ സൽക്കാര ദിവസങ്ങൾ കഴിയുമ്പോൾ, അതായത് ആഘോഷങ്ങളെല്ലാം കഴിയുമ്പോൾ അവർ പാപം ചെയ്തിട്ടുണ്ടാകാം എന്ന് വിചാരിച്ചു. ജോബ് കണ്ടിട്ടില്ല അവർ പാപം ചെയ്യുന്നുണ്ടെന്ന്. ഇനി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്, മാതാപിതാക്കളെ കാണിച്ചുകൊണ്ടല്ല മക്കൾ എന്തെങ്കിലും പാപത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ജോബ് ചെയ്തിരുന്ന ആ മക്കൾക്ക് വേണ്ടി അവരെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചിരുന്നു ജോബ്. ഇതുപോലെ ഇന്ന് ക്രൈസ്തവരെ മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ലോകത്തിലേക്ക് പാപം പടർത്തുന്ന, ജഡിക ആസക്തി പകർത്തുന്ന, അശുദ്ധി, വ്യഭിചാരം, ഈ തിന്മ പടർത്തുന്ന മക്കളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പുതിയ തലമുറകൾ. ഇത് അമ്മയുടെ ഉദരഫലമാണ്. ഈ അമ്മ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും ദൈവസന്നിധിയിൽ. അവിടെ നിരന്തരം ദൈവസന്നിധി തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ ജനിപ്പിച്ചു, പിന്നെ മക്കളുടെ ആത്മീയ കാര്യങ്ങൾ അപ്പൻ്റെ ശ്രദ്ധയില്ല, അമ്മയ്ക്ക് ശ്രദ്ധയില്ല, ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആര് പ്രാർത്ഥിക്കും? നമുക്കറിയാം, ഞാൻ പറയും, നമ്മളൊരു ബോംബുണ്ടാക്കി ട്രെയിൻ പാളയത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോംബുണ്ടാക്കി ട്രെയിൻ വരുന്ന അത്രയും പേരെ നശിപ്പിക്കും എന്ന് പറയുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന ഇന്ന് കുഞ്ഞുങ്ങൾ ആറ്റം ബോംബായി തീരുക, മറ്റുള്ളവരുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന പാപത്തിന്റെ ഏജന്റായി തീരുകയാണ്. ഇതെല്ലാം ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പോലെയാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. എന്താണ്? അപ്പൊ നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാനല്ല അവനെ അങ്ങനെ ആകും. പക്ഷെ നമ്മൾ ആത്മീയ കാര്യങ്ങളും ദൈവിക കാര്യങ്ങളും വിശുദ്ധിയിലും ഇവരെ വളർത്തിയോ? ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതിനാ മാതാപിതാക്കള്, ക്രൈസ്തവരായ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾക്ക് കടമയുണ്ട്. നിങ്ങളുടെ ഉദരഫലം അനുഗ്രഹീതമാകുവാൻ കർത്താവിന്റെ മുമ്പിൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. എല്ലാ തെറ്റുകൾക്കും മാപ്പി ഒതുക്കണം. അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് അവരെ വിശുദ്ധീകരിക്കുന്ന രക്തം അവരുടെ മേൽ ഒഴുകുവാൻ വേണ്ടി ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്നെ ചെയ്യുന്ന മാതാപിതാക്കൾ
ഈ ജോലിക്ക് വേണ്ടി പരിശുദ്ധ കുർബാന ഉപേക്ഷിച്ച് ജോലിക്ക് വേണ്ടി പറഞ്ഞു വിടുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന പാപത്തിൽ നിന്ന് അവരെ വിശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തവും പരിശുദ്ധ കുർബാനയും അവർക്ക് ലഭിക്കാതെ പോകുന്നു. അവരെ അവരുടെ പാപം ചെയ്ത് അവരുടെ ബ്ലഡ് അശുദ്ധമാകുമ്പോൾ അവരുടെ ബ്ലഡിനെ വിശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തവും തിരുശരീരവും കിട്ടാതെ പരിശുദ്ധ കുർബാനയിൽ നിന്നകന്ന് ഈ ജോലിക്ക് വേണ്ടി തന്നെ പോകുമ്പോൾ ആ മക്കളിൽ പാപം ആധിപത്യം ഉറപ്പിക്കും. കാരണം അവരെ വിശുദ്ധീകരിക്കുന്ന രക്തമോ തിരുശരീരമോ അവർക്ക് ലഭിക്കുന്നില്ല. അതിന് ജോലി, പഠനം ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങൾ പരിശുദ്ധ കുർബാന ഉപേക്ഷിക്കുമ്പോൾ ഇതാ വരുന്നത്, അവരുടെ മേൽ തിന്മ ആധിപത്യം ഉറപ്പിക്കും. അതിന് മാതാപിതാക്കളെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങളെ അറിയിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.